നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈമിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു മണിക്കൂറിൽ പുറത്തുവന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പഹൽഗാമിൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വീണ്ടും നിർണായക കൂടിക്കാഴ്ച. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരിൽ ഒരാൾ ശ്രീലങ്കയിലേക്ക് കടന്നുവെന്ന സംശയത്തിൽ കൊളംബോയിലെത്തിയ ശ്രീലങ്കൻ എയർലൈൻസിന്റെ വിമാനത്തിൽ പരിശോധനയും നടന്നു. സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ല എന്ന് ശ്രീലങ്കൻ എയർലൈൻസ് അറിയിച്ചു. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. 450 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ ഇന്ന് രംഗത്തെത്തി. അതോടൊപ്പം പാകിസ്ഥാനിൽ നിന്ന് തപാൽ വഴി വരുന്ന കത്തുകളും പാഴ്സലുകളും ഇന്ത്യ നിർത്തിവെച്ചു. അങ്ങനെ ഇന്ന് പ്രധാനപ്പെട്ട ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി, ഒപ്പം ആർ അച്യുതൻ, മുഹമ്മദ് റഹീസ് എന്നിവർ ചെയ്തും. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, നിർണായകമായ തീരുമാനങ്ങൾ ഇന്ത്യ എടുത്ത ദിവസമാണ്. വ്യാപാര ബന്ധം അവസാനിപ്പിക്കുന്നു, അങ്ങനെ പോസ്റ്റൽ ഇടപാടുകൾ അത് അവസാനിപ്പിക്കുന്നു. അതിനിടയിലാണ് ഈ മിസൈൽ പരീക്ഷണം നടത്തി എന്നുള്ള പാകിസ്ഥാന്റെ അവകാശവാദം പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ തുടർച്ചയായി എടുക്കുന്ന കാൽവെപ്പുകൾ, ഓരോ ചുവടും തന്നെ പാകിസ്ഥാനെ കൂടുതൽ ക്ഷീണിപ്പിക്കുന്ന നടപടികൾ തന്നെയാണ്. അതിലേറ്റവും കടുത്ത നടപടി എന്നുള്ളത് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന തീരുമാനമാണ്. അതിനുശേഷം തുടർച്ചയായി ഏറ്റവും ഒടുവിലത്തെ നിർണായക തീരുമാനമാണ് ഇന്ന് ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനുമായുള്ള എല്ലാ ഇടപാടുകളും, അതിൽ ഏറ്റവും ഒടുവിൽ പോസ്റ്റൽ ഇടപാടുകൾ, പാർസലോ എഴുത്തുകളോ മറ്റോ പാകിസ്ഥാനിൽ നിന്നും കരമാർഗമോ വായുമാർഗമോ ഇന്ത്യയിലേക്ക് അയക്കുന്നത് നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ കപ്പൽ ഗതാഗതം, ഒപ്പം തന്നെ വിമാന ഗതാഗതത്തിനും ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമപാത അടച്ചിട്ടുണ്ട്. തുടർച്ചയായുള്ള ഇത്തരം നീക്കങ്ങൾക്കൊപ്പം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള സെലിബ്രിറ്റികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും മറ്റും ഇന്ത്യയിൽ കാണുന്നതിന് നിരോധനം ഉണ്ട്. ഇത് പാകിസ്ഥാന്റെ പ്രൊപ്പഗണ്ട ഇന്ത്യയിൽ പ്രചരിക്കുന്നത് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ ഏറ്റവും ഒടുവിലായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് 450 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. അത് സൈനിക അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായാണ് ഇത് നടത്തിയത് എന്നുള്ളതാണ്. അതേസമയം ഏറ്റവും പ്രസക്തം, കഴിഞ്ഞ മണിക്കൂറുകളിൽ പാകിസ്ഥാനിലെ ആഭ്യന്തരമായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ തന്നെയാണ്. പാക് അധീന കശ്മീരിൽ വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. ബലൂജ് വിമതർ ഇപ്പോൾ പാക് സൈന്യവുമായി ഏറ്റുമുട്ടുന്നു. പാക് സൈനിക താവളങ്ങളും ഒപ്പം തന്നെ സർക്കാർ ഓഫീസുകളും വിമതർ കൈയടക്കിയ ഒരു സാഹചര്യമുണ്ട്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു ഈ മേഖലയിൽ എന്നുള്ളതാണ്. ഒപ്പം തന്നെ പാക് അധീന കശ്മീരിൽ സൈറനുകൾ ഘടിപ്പിക്കുന്നതും കൂടാതെ മറ്റ് ഗ്രാമീണരെ ആയുധം ഉപയോഗിച്ച് പോരാടാൻ തോക്കുപയോഗിക്കാൻ പരിശീലിപ്പിക്കുന്നതുമായുള്ള ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്നും പാക് അധീന കശ്മീരിലെ ബാങ്കുകൾ അടച്ചു, മദ്രസകൾ, സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവ അടച്ചിട്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ പാകിസ്ഥാനിൽ നിലവിൽ സൈന്യത്തിന്റെ ദുർബലാവസ്ഥ സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടുകളായി 4 ദിവസത്തെ യുദ്ധത്തിനുള്ള ശേഷി മാത്രമാണ് പാകിസ്ഥാന്റെ കൈവശം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പടിഞ്ഞാറൻ അതിർത്തിയിൽ വലിയ തോതിലുള്ള പ്രതിരോധം പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. അഫ്ഗാൻ അതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം അടക്കമുള്ളവ നേരിടുമ്പോൾ അത് അന്തർദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇത്തരം ഒരു അവകാശവാദം പാകിസ്ഥാൻ ഉന്നയിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ആർ അച്യുതൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കൂടി ചേരുന്നുണ്ട്. ആർ അച്യുതൻ, ഇന്ന് ശ്രദ്ധേയമായ ഒരു കൂടിക്കാഴ്ച നടന്നുവല്ലോ. നാവികസേനാ മേധാവി പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ അച്യുതൻ. ഉന്മേഷ്, ഈ നാവികസേനയുടെ ചില അഭ്യാസങ്ങൾ നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് നാവികസേന മേധാവി ദിനേശ് കെ ത്രിപാഠി പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയാണ് ആ കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം കരസേനാ മേധാവിയും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഏത് തരത്തിലാണ് സേന ഇതിന് മറുപടി നൽകുക എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടി
കൂടിയാണ് ഇപ്പോൾ സേനാ മേധാവികൾ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. എന്തായാലും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ കൃത്യമായ ഒരു തിരിച്ചടി പാകിസ്ഥാൻ നൽകും എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സേനകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയതായും ഇന്റലിജൻസ് വിഭാഗത്തോട് കൂടുതൽ ജാഗ്രത പുലർത്തുവാൻ ചില നിർദ്ദേശങ്ങൾ നൽകിയതുമായുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഉണ്ടായാൽ കൃത്യമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ ഉൾപ്പെടെ ജാഗ്രത പുലർത്താനും ചില നിർദ്ദേശങ്ങളുണ്ട്. എന്തായാലും അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കെയാണ് സേനാ മേധാവികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, ഈ കൊളംബോയിലെത്തിയ വിമാനത്തിൽ നടന്ന പരിശോധന, അതുമായി ബന്ധപ്പെട്ട് ശ്രീലങ്കൻ എയർലൈൻസ് ഔദ്യോഗികമായി നൽകുന്ന വിവരം എന്താണ്? ചെന്നൈയിൽ നിന്നാണല്ലോ ഈ വിമാനം കൊളംബോയിലെത്തിയത്. ഭീകരൻ ഉണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നുവല്ലോ പരിശോധന. റഹീസ്, ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് ഒരു 11:59 കൊളംബോ വിമാനത്താവളത്തിലെത്തിയ ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്ക് എത്തിയ ഈ വിമാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു സാധാരണഗതിയിലുള്ള ഒരു പരിശോധനയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അതിന് പിന്നാലെ പരിശോധന 3 മണിക്കൂറോളം നീണ്ടതോടുകൂടിയാണ് ഈ ശ്രീലങ്കൻ എയർലൈൻസിന്റെ ഒരു ഔദ്യോഗിക വിശദീകരണം പുറത്തു വരുന്നു. ആ വിശദീകരണത്തിൽ പറയുന്നത് ഈ ഒരു വിമാനത്തിൽ തിരച്ചിൽ നടത്തിയത് അത് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരമാണ്. അത് ഇന്ത്യക്ക് വേണ്ട അല്ലെങ്കിൽ ഇന്ത്യ തിരയുന്ന ഒരു ഭീകരൻ ഈ ഒരു വിമാനത്തിലുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന നടത്തിയത് എന്ന് ശ്രീലങ്കൻ എയർലൈൻസ് ഔദ്യോഗികമായി തന്നെ വിവരം പുറത്തുവിടുന്നു. അതിന് പിന്നാലെ ഈ ശ്രീലങ്കൻ പോലീസിലെ ഒരു സ്പോക്സ് പേഴ്സൺ നൽകിയ ചില വിവരങ്ങളാണ് ഇഘട്ടത്തിൽ ഏറ്റവും നിർണായകമായി മാറുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ 6 ഭീകരർ, അതുമായി ബന്ധമുള്ള 6 ഭീകരർ ചെന്നൈയിൽ നിന്നും കൊളംബോയിലേക്ക് തിരിച്ചെന്നും അവർ പിന്നീട് സിംഗപ്പൂരിലേക്ക് മടങ്ങുന്നു എന്നുള്ള ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചെന്നൈ വിമാനത്താവളത്തിലെ അധികൃതർ ഈ ഒരു മെസ്സേജ് കൊളംബോ വിമാനത്താവളത്തിലേക്ക് കൈമാറുന്നതും അതിനുശേഷം സൈന്യവും ഒപ്പം തന്നെ പോലീസും എയർപോർട്ട് അധികൃതരും ഒക്കെ ചേർന്നാണ് പരിശോധന നടത്തിയത് എന്നുമാണ് ഈ ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു പോലീസ് സ്പോക്സ് പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഈ ശ്രീലങ്കൻ എയർലൈൻസ് നൽകുന്ന ആ ഒരു വിശദീകരണ കുറിപ്പിലോ അല്ലെങ്കിൽ അവർ ഇതുവരെയോ ആരെയും സംശയാസ്പദമായി പിടികൂടിയിട്ടുണ്ടെന്നോ ചോദ്യം ചെയ്യുന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ അപ്പോഴും തെരച്ചിൽ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഏറെക്കുറെ സ്ഥിരീകരിച്ച് പറയാൻ കഴിയും. തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയും ചെയ്യുകയാണ്. ഉന്മേഷ്, മുഹമ്മദ് റഹീസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരമുണ്ട്. പാക് സ്വദേശി വിവാഹം ചെയ്ത വിവരം മറച്ചുവെച്ച CRPF ജവാനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. ജവാനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ജമ്മു കശ്മീർ സ്വദേശി മുനീർ അഹമ്മദിനെയാണ് പിരിച്ചുവിട്ടത്. പാകിസ്ഥാനിലേക്ക് അയക്കരുത് എന്നാവശ്യപ്പെട്ട യുവതി കോടതിയെ സമീപിച്ചതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഈ CRPF ജവാനെതിരെ നടപടിയെടുത്തിരിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, സേനാതലത്തിലാണ് ഇപ്പോൾ ആ നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ഈ പാകിസ്ഥാൻ യുവതിയുമായുള്ള വിവാഹം മറച്ചുവച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ CRPF ജവാൻ മുനീർ അഹമ്മദിനെതിരെ, അതായത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി CRPF സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ജവാന്റെ പ്രവൃത്തി സേവന പെരുമാറ്റച്ചട്ട ലംഘനവും അതുപോലെ തന്നെ ദേശസുരക്ഷയ്ക്കും ഹാനികരമായി മാറി എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഈ നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ പാകിസ്ഥാനിലെ സിയാൽകോട്ടിലെ സ്വദേശിയായ മിനൽ ഖാനെ വിവാഹം കഴിക്കാൻ 2023 CRPFന്റെ അനുമതി ജവാൻ തേടിയിരുന്നു. പക്ഷേ അതിലൊരു തീരുമാനം കൈക്കൊള്ളുന്നതിന് മുൻപായിരുന്നു ഈ ജവാൻ പാകിസ്ഥാൻ യുവതിയെ വിവാഹം ചെയ്തത്. ആ വിവരം പുറത്തു വരുന്നത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ സ്വദേശികളോട്, പൗരന്മാരോട് ഇന്ത്യ വിട്ടു പോകണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുകയും അതിനെ തുടർന്ന് ഈ യുവതി കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇവർ ഇരുവരും വിവാഹം കഴിച്ച വിവരം പുറത്തു വരുന്നത്. അതിന് പിന്നാലെ ഇദ്ദേഹത്തിന് സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടികൾ CRPFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും അതിന് പിന്നാലെ ഇപ്പോൾ ഈ ജവാനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു നടപടി CRPF സ്വീകരിച്ചിരിക്കുകയാണ്. ഉന്മേഷ്, ആർ അച്യുതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. CRPF ജവാൻ ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. മറ്റൊരു വാർത്ത കഴിഞ്ഞ മണിക്കൂറിൽ വന്നത് കോട്ടയം വിലങ്ങുപാറയിൽ മീനച്ചിലാറ്റിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികളെ കാണാതായി എന്നതാണ്. 4-അംഗ സംഘത്തിലെ 2 പേരെയാണ് കാണാതായത്. ഭരണങ്ങാനത്തെ ജർമ്മൻ ഭാഷ പഠിക്കാനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ടോബി ജോൺസൺ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, എന്താണ് ഈ തിരച്ചിൽ നടത്തിയ സംഘം നൽകുന്ന വിവരം? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ടോബി?
ഉന്മേഷ്, ഏകദേശം 4 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വെലുങ്ങുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് 4 അംഗ സംഘം. 3 പേരാണ് പുഴയിലേക്ക് ചാടിയത്. ഒരാൾ കരയിൽ തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ 2 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ആഴത്തിലേക്ക് താഴ്ന്നുപോയി എന്നാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. ഉടൻ തന്നെ നാട്ടുകാരും ഒപ്പം തന്നെ ഫയർഫോഴ്സും പോലീസും ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള നന്മക്കൂട്ടവും എല്ലാം തന്നെ ഇവിടെ വന്ന് വിശദമായിട്ടുള്ള തിരച്ചിൽ നടത്തി. ഏറെ നേരം രാത്രിയാകുന്നത് വരെ, വെട്ടം പോകുന്നത് വരെ തിരച്ചിൽ നടത്തി. പക്ഷേ ഇവരെ കണ്ടെത്താനായില്ല. താഴേക്ക് വല്ലതും ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് തിരച്ചിൽ നടത്തിയവർക്കുള്ളത്. എന്തായാലും രാത്രിയായ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ തിരച്ചിൽ നിർത്തിവെച്ച് നാളെ രാവിലെ തിരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ എത്തിയിരിക്കുന്നത്. ജർമ്മൻ ഭാഷ പഠിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയതാണ്, ഭരണങ്ങാനത്തെ ഒരു സ്ഥാപനത്തിൽ എത്തിയതാണ് ഈ വിദ്യാർത്ഥികൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിലാണ് കുളിക്കാൻ വേണ്ടി ഈ പാലത്തിനടിയിൽ ഇവർ എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്. ശരി, ഇപ്പോൾ ടോബി ജോൺസണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത വിനീത വിജി അറിയിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് പാക് ജവാൻ BSFന്റെ പിടിയിലായി എന്നുള്ള വാർത്ത. രാജസ്ഥാൻ അതിർത്തിയിൽ നിന്നാണ് പാക് ജവാനെ BSF പിടികൂടിയത്. രാവിലെ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ജവാൻ BSFന്റെ പിടിയിലായത് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ പാക് ജവാനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത്. ഒരു പാക് ജവാൻ ഇന്ത്യൻ സേനയുടെ പിടിയിലായി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇത് രാജസ്ഥാൻ അതിർത്തിയിലാണ് ഈ സംഭവം. അതിർത്തി മറികടന്നു എന്ന് ആരോപിച്ച ഒരു BSF ജവാനെ, ഇന്ത്യയുടെ ഒരു BSF ജവാനെ പാകിസ്ഥാൻ നേരത്തെ പിടികൂടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട മോചന ചർച്ചകളൊക്കെ നടന്നിരുന്നു. പക്ഷേ ആ ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. അദ്ദേഹത്തെ ഇതുവരെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകാത്ത ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഒരു പാക് ജവാൻ ഇപ്പോൾ BSFന്റെ പിടിയിലായി എന്നുള്ള വിവരം കൂടി വരുന്നത്. വിനീത വിജിയുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. വിനീത, ഇത് രാജസ്ഥാൻ അതിർത്തി പ്രദേശത്ത് വെച്ചാണോ ഈ പാക് ജവാൻ പിടിയിലായത്? എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വിനീത? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. ചില റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒരു പാക് ജവാൻ BSFന്റെ പിടിയിലായതായാണ് റിപ്പോർട്ടുള്ളത്. രാജസ്ഥാൻ അതിർത്തിയിൽ നിന്നാണ് ഈ പാക് ജവാനെ BSF പിടികൂടിയെന്നും റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാവിലെ ഇന്ത്യൻ ഭാഗത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയായിരുന്നു ഇത്തരത്തിലേക്കൊരു നടപടി എന്നാണ് സൂചന. ഇയാളെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. ഒപ്പം തന്നെ ഉന്മേഷ്, ഈ ഘട്ടത്തിൽ നേരത്തെ തന്നെ അറിയാതെ അതിർത്തി കടന്നുവെന്ന് ആരോപിച്ച് ഒരു BSF ജവാനെ പാകിസ്ഥാനും, ഇന്ത്യയിൽ നിന്നുള്ള BSF ജവാനെ പാകിസ്ഥാനും പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 9 ദിവസം പിന്നിടുന്നു. ഇപ്പോഴും പാകിസ്ഥാന്റെ കയ്യിൽ തന്നെ BSF ജവാൻ ഉള്ളത്. ഈ നടപടികൾ മറുവശത്ത് പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പാക് ജവാൻ BSF കൂടി പിടിയിലായിരിക്കുന്നത്. ശരി, വിനീത വിജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത്. പെരിയാറിൽ യുവതി ഒഴുക്കിൽപ്പെട്ടു മരിച്ചു. ആലപ്പുഴ സ്വദേശിനി നന്ദനയാണ് മരിച്ചത്. വേങ്ങൂർ പാണങ്കുടിയിലാണ് ഈ സംഭവം. ആൺസുഹൃത്തിനൊപ്പം മണൽത്തിട്ടയിലൂടെ മറുകരയിൽ പോയി മടങ്ങുമ്പോൾ യുവതി കാൽവഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന്. അമൽ, വിവരങ്ങൾ. ഉന്മേഷ്, എന്തായാലും ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള നന്ദന 27 വയസ്സാണ് അകാലത്തിൽ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിട്ടു പിരിഞ്ഞിരിക്കുന്നത്. വെങ്ങൂർ പെരിയാറിന്റെ കരയിൽ ആൺ സുഹൃത്തിനൊപ്പം ഉല്ലാസത്തിന് വേണ്ടി എത്തിയതായിരുന്നു ഈ പെൺകുട്ടി. അപ്പോൾ പെരിയാറിൽ നിന്ന് പുഴ മറിഞ്ഞു കിടക്കുന്നതിന്റെ ഒരു ഭാഗത്തിട്ട് മാറുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് പാറയിൽ നിന്ന് ഒഴുക്കലിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ട് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരടക്കമുള്ള ആളുകൾ ഈ കുട്ടിയുടെ ബഹളം കേട്ട് സ്ഥലത്തേക്ക് എത്തുകയും കുട്ടിയെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. ഏതായാലും കുട്ടി ഇപ്പോൾ നിലവിൽ പെരുമ്പാവൂർ ആശുപത്രിയിലാണ് ഉള്ളത്. ബന്ധുക്കൾ എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലവിൽ അമൽ സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പെരിയാറ്റിലാണ് ഈ സംഭവം ഉണ്ടായത്. പാലക്കാട് എലപ്പുള്ളി നെയ്തലയിൽ ഗേറ്റും മതിലും തകർന്നു വീണ് 5 വയസ്സുകാരൻ മരിച്ചു. നെയ്തല സ്വദേശി കൃഷ്ണകുമാറിന്റെ മകൻ അഭിനിത്താണ് മരിച്ചത്. കുട്ടികൾ പഴയ ഗേറ്റിൽ കളിക്കുന്നതിനിടെ മതിൽ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജിത്ത്?
വീണ്ടും ഒരു അപകട വാർത്ത തന്നെയാണ് പാലക്കാട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടിയായിരുന്നു ഈ ദാരുണമായ സംഭവം നടന്നത്. കുട്ടികൾ ആ പ്രദേശത്ത് കളിക്കുകയായിരുന്നു. നിരവധി തവണ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആ പ്രദേശത്ത് ഗേറ്റിൽ കളിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഗേറ്റിൽ കളിക്കുന്നതിനിടെ ഈ മതിലും ദ്രവിച്ച ഗേറ്റും ഒപ്പം എല്ലാം കൂടി ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നത് ശരീരത്തിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു. പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മൃതദേഹം ഇപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല റോപ്പ് വേക്ക് നിബന്ധനകളുമായി വനംവകുപ്പ്. റോപ്പ് വേയിൽ ഭക്തരെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. സന്നിധാനത്തേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് മാത്രമേ അനുവാദം നൽകൂ. അടിയന്തര സാഹചര്യങ്ങളിൽ ഒഴികെ ആളുകളെ കയറ്റാൻ അനുവദിക്കില്ല. റോപ്പ് വേ യാഥാർത്ഥ്യമായാൽ ട്രാക്ടർ സർവീസ് അനുവദിക്കില്ല എന്നും വനംവകുപ്പ്. വന്യജീവി ബോർഡ് യോഗത്തിന്റെ അജണ്ടയുടെ കുറിപ്പ് 24 ലഭിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ആർ ശ്രീജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വനം വകുപ്പിന്റെ നിബന്ധനകൾ? ഉന്മേഷ്, പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് ശബരിമല സന്നിധാനത്തെ പോലീസ് ബാരക്കിന് സമീപം വരെ എത്തുന്നതാണ് നിർദ്ദിഷ്ട റോപ്പ് വേ പദ്ധതി. പദ്ധതിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി തേടി വനംവകുപ്പിനെ സമീപിച്ചിരിക്കുകയാണ്. അടുത്ത വന്യജീവി ബോർഡിൻ്റെ യോഗം ഈ അപേക്ഷ പരിഗണിച്ച് തീരുമാനമെടുക്കാനിരിക്കുകയാണ്. വന്യജീവി ബോർഡിന് സമർപ്പിച്ച കുറിപ്പിലാണ് വനം വകുപ്പ് 14 നിബന്ധനകൾ വെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റോപ്പ് വേ പദ്ധതിയിലൂടെ സാധന സാമഗ്രികൾ സന്നിധാനത്തേക്ക് കടത്തിക്കൊണ്ടുപോകാൻ മാത്രമേ അനുവദിക്കൂ. അതായത് ഒരു പാർസലും മറ്റു സാധനങ്ങളും ക്യാരി ചെയ്യാൻ മാത്രമാണ് ഈ റോപ്പ് വേ പദ്ധതി. മനുഷ്യരെയോ ഭക്തരെയോ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അടിയന്തര സാഹചര്യങ്ങളിലും വൈദ്യസഹായവും മറ്റും വേണ്ടിവരുന്ന അത്യാഹിതം ഉണ്ടാകുന്ന സമയത്തുമൊക്കെ മാത്രമേ മനുഷ്യരെ റോപ്പ് വേയിലൂടെ കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്നാണ് വനംവകുപ്പ് കർശനമായി പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ വനംവകുപ്പിൻ്റെ സ്ഥലത്താണ് പൂർണ്ണമായും ഈ റോപ്പ് വേ പദ്ധതി വരുന്നത്. ആ ഭൂമി മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കാൻ പാടില്ല. പക്ഷേ ഈ റോപ്പ് വേ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ ഇപ്പോഴത്തെ ട്രാക്ടർ സർവീസ് നിർത്തലാക്കണമെന്നും വനംവകുപ്പ് ആവശ്യപ്പെടുന്നു. ഈ റോപ്പ് വേ പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 2% ടൈഗർ ഫൗണ്ടേഷൻ്റെ ഫണ്ടിലേക്ക് കൈമാറണമെന്നും വനംവകുപ്പ് നിബന്ധന വെച്ചിട്ടുണ്ട്. ഇതടക്കം 14 നിബന്ധനകളാണ് വന്യജീവി വകുപ്പിൻ്റെ അജണ്ടാ കുറിപ്പിൽ വനംവകുപ്പ് നൽകിയിരിക്കുന്നത്. ശരി, ആർ ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. റോപ്പ് വേ പദ്ധതിയിൽ വനംവകുപ്പ് നിബന്ധനകൾ വെച്ചിരിക്കുന്നതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ആർ ശ്രീജിത്ത് നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലെ 4 പേർ മരിച്ചത് പുക ശ്വസിച്ചല്ല എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ വിദഗ്ധ സംഘം അന്വേഷണം നടത്തും. മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലാകും മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഷോർട്ട് സർക്യൂട്ടോ ബാറ്ററിക്കകത്തെ തകരാറോ ആകാം അപകടത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലെ തീപിടുത്തത്തിനിടെ മരിച്ച 5 പേരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. 3 പേരുടെ മരണം ഹൃദയാഘാതം കാരണമാണ്. വയനാട് സ്വദേശിയുടെ മരണവും പുക ശ്വസിച്ചല്ല. ഇതര സംസ്ഥാനക്കാരിയായ യുവതി നേരത്തെ മരിച്ചതാണ്. ബന്ധുക്കൾ എത്താത്തതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. പൊട്ടിത്തെറി നടന്ന UPS മുറിയിൽ PWD വിഭാഗം പരിശോധന നടത്തി. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. 5 മരണങ്ങളാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം അന്വേഷിക്കുന്നതാണ്. സ്വകാര്യ ആശുപത്രികളിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് സംബന്ധിച്ച തീരുമാനം ഡോക്ടർമാർ അടങ്ങിയ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇക്കാര്യം സർക്കാർ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്തിരുന്നു. ആരോഗ്യമന്ത്രികളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത് ഇടപെടുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എങ്ങനെ ഇടപെടാമെന്നുള്ളത് പരിശോധിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, മെഡിക്കൽ കോളേജ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. അപകടവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ അറിയിച്ചിരുന്നു. 24 കോഴിക്കോട്. ഇപ്പോൾ ഒരു ചന്ദനവേട്ട വാർത്ത വരുന്നുണ്ട്. റാന്നി ചുങ്കപ്പാറയിലാണ് 70 കിലോ ചന്ദനം പിടികൂടിയത്. ഫോറസ്റ്റ് ഇന്റലിജൻസിലും കരികുളം ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ ചന്ദനവേട്ട നടത്തിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ജോസ്, പഴവങ്ങാടി അനൂപ്, തടിയൂർ അനിൽകുമാർ, തടിയൂർ സുഭാഷ് എന്നിങ്ങനെ 4 പേർ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിന്റെ കസ്റ്റഡിയിലുണ്ട്. 70 കിലോ ചന്ദനമാണ് റാന്നി ചുങ്കപ്പാറയിൽ പിടികൂടിയത്.
കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ പൊട്ടിത്തെറിയിൽ സർക്കാരിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും കുറ്റപ്പെടുത്തി പ്രതിപക്ഷം. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നാണ് ആവശ്യം. എന്നാൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിന്റേത് എന്നാണ് CPIM-ന്റെ പ്രതിരോധം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ജീവൻ രക്ഷിക്കേണ്ട സ്ഥാപനം, മലബാറിലെ ഏറ്റവും വലിയ ഒരു സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കണം. വലിയൊരു അനാസ്ഥ അധികൃതരിൽ നിന്നുണ്ടായി എന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത്യാഹിതങ്ങൾ, ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പം അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് മെഡിക്കൽ കോളേജ് അധികാരികൾക്കോ ഗവൺമെൻറ്റിനോ ഒന്നും ഇപ്പോഴും യാതൊരു ധാരണയില്ല. വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. ഉത്തരവാദിത്തം വീണ ജോർജ് ഏറ്റെടുക്കണമെന്നായിരുന്നു BJP നേതാവ് K. സുരേന്ദ്രന്റെ പ്രതികരണം. കോഴിക്കോട്ടെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് രാജിവെക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ദുരന്തമുഖത്തും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നാണ് ആരോപണങ്ങൾക്ക് CPIM മറുപടി. വളരെ മോശമാണ്. നമ്മുടെ നാട്ടിൽ വിമാന അപകടം ഉണ്ടാകാറുണ്ട്, തീവണ്ടി അപകടം ഉണ്ടാകാറുണ്ട്, പല ദുരന്തങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകാറുണ്ട്. ആ സന്ദർഭത്തിൽ ഒരിക്കലും മറ്റൊരു ഉദ്ദേശത്തോടുകൂടി ആക്ഷേപം ഉന്നയിക്കേണ്ട സമയമല്ല ഇപ്പോൾ. ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികളെ വിളിക്കണമായിരുന്നുവെന്ന MK രാഘവൻ MPയുടെ ആക്ഷേപത്തിന് ആരെയും ക്ഷണിക്കേണ്ട മീറ്റിംഗ് അല്ല നടന്നതെന്നും സാങ്കേതിക വിഭാഗങ്ങളിലെ ജീവനക്കാരും മെഡിക്കൽ കോളേജ് അധികൃതരുമാണ് യോഗത്തിൽ പങ്കെടുത്തത് എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വിശദീകരണം. സമീർ C. മുഹമ്മദ്, 24, കോഴിക്കോട്. ചെമ്പടയുടെ കാവലാൾ എന്ന വാഴ്ത്തുപാട്ടിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഡോക്യുമെന്ററി പുറത്തിറക്കാൻ സെക്രട്ടേറിയറ്റിലെ CPIM സംഘടന 15 ലക്ഷം രൂപ ചെലവിട്ടാണ് പിണറായി വിജയൻ ദ ലെജൻഡ് എന്ന പേരിൽ ഡോക്യുമെന്ററി നിർമ്മിക്കുന്നത്. ഈ മാസം 21 നടക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശന ക്രമത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ വാഴ്ത്തുപാട്ട് തയ്യാറാക്കിയത്. മുഖ്യമന്ത്രി സാക്ഷിയാക്കി പാട്ട് അവതരിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഡോക്യുമെന്ററിയും തയ്യാറാക്കുന്നത്. പിണറായി ദ ലെജൻഡ് അഥവാ പിണറായി എന്ന ഇതിഹാസമെന്നാണ് ഡോക്യുമെന്ററിയുടെ പേര്. പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതവും ഭരണനേട്ടങ്ങളുമെല്ലാം ഡോക്യുമെന്ററിയുടെ പ്രമേയമാകും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിലാകും പുതിയ ഡോക്യുമെന്ററിയുടെ രൂപകൽപ്പന. വാഴ്ത്തുപാട്ട് കേൾക്കാൻ മുഖ്യമന്ത്രി ക്ഷണിച്ചതുപോലെ ഡോക്യുമെന്ററിയുടെ പ്രകാശന കർമ്മത്തിലും മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 21 സെക്രട്ടേറിയറ്റ് മുന്നിലെ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഡോക്യുമെന്ററി പ്രകാശനം. 15 ലക്ഷം രൂപ ചെലവിട്ടാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നത്. ചലച്ചിത്ര പ്രവർത്തകനായ നിയമസ്വദേശി അൽത്താഫാണ് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ. 2 ആഴ്ച മുമ്പ് തന്നെ ഡോക്യുമെന്ററി തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണമെന്ന് AICC നേതൃത്വത്തോട് K. സുധാകരൻ. തെരഞ്ഞെടുപ്പിന് മുൻപ് നേതൃമാറ്റം ഗുണം ചെയ്യില്ല എന്നാണ് K. സുധാകരന്റെ നിലപാട്. K. സുധാകരന്റെ ആവശ്യം നേതൃത്വം അംഗീകരിച്ചുവെന്നാണ് സൂചന. ഡൽഹിയിലെത്തി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി K. സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് KPCC നേതൃമാറ്റ ചർച്ചകൾ വീണ്ടും സജീവമായത്. സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. താൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് നേതൃത്വത്തെ സുധാകരൻ അറിയിച്ചെന്ന വിവരങ്ങളും പുറത്തുവന്നു. എന്നാൽ സുധാകരൻ അത് പൂർണ്ണമായും തള്ളി. അങ്ങ് തുടരുന്നില്ല എന്നൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എൻ്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ ആരെ പേരും നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ. മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സുധാകരൻ മുന്നോട്ട് വെച്ചത് ഒറ്റ ആവശ്യം മാത്രമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം. LDF സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നതാണ് തന്റെ രാഷ്ട്രീയ ലക്ഷ്യം. അതിനിടയിൽ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ വ്യക്തിപരമായി പ്രയാസമുണ്ടാക്കുമെന്നും സുധാകരൻ നേതൃത്വത്തെ അറിയിച്ചു. ഉടൻ നേതൃമാറ്റം ഉണ്ടാവില്ലെന്ന് ഉറപ്പ് ലഭിച്ച ശേഷമാണ് സുധാകരൻ ഡൽഹിയിൽ നിന്നും മടങ്ങിയതെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ DCC പുനഃസംഘടന വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും AICC നേതൃത്വത്തോട് K. സുധാകരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KPCC അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രവർത്തക സമിതി അംഗമായ താൻ അറിഞ്ഞിട്ടില്ലെന്ന് ഡോക്ടർ ശശി തരൂർ MP. എൻ്റെ അറിവിൽ എനിക്കിതിനെക്കുറിച്ച് ഒരു വാക്കുമില്ല. ഞാനൊരു വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് ആരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ മാധ്യമത്തിൽ നിങ്ങളത് പറയുന്നതെന്ന് കേട്ടു, പക്ഷെ ഞാൻ ഒഫീഷ്യൽ സോഴ്സ് ഒന്നും കേട്ടിട്ടില്ല. നിലവിൽ KPCC പ്രസിഡന്റ് മാറേണ്ട സാഹചര്യമില്ലെന്ന് K. മുരളീധരൻ. അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല. അങ്ങനെ കേരളത്തിനാരും ആവശ്യപ്പെട്ടിട്ടുമില്ല. അതെന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം 101% ഉറപ്പാണ്.
KPCC പുനഃസംഘടന വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അവരുടെ തീരുമാനം എന്തെന്ന് തനിക്കറിയില്ലെന്നും ചെന്നിത്തല പ്രതികരിച്ചു. 24 കണ്ണൂർ. തുറമുഖ കമ്മീഷനിങ് കഴിഞ്ഞെങ്കിലും വിഴിഞ്ഞത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നില്ല. വേദിയിൽ മുദ്രാവാക്യം വിളിച്ചതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ CPIM ഇന്നും രംഗത്തെത്തി. BJPയെ അധികാരത്തിൽ എത്തിച്ച ശേഷമേ കേരളം വിട്ടുപോകൂ എന്നാണ് വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ് ചടങ്ങിൽ നേരത്തെ എത്തി വേദിയിൽ തനിച്ചിരുന്ന് മുദ്രാവാക്യം വിളിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നടപടി വലിയ ചർച്ചയായിരുന്നു. മന്ത്രിമാരടക്കമുള്ളവരുടെ വിമർശനത്തിനും സമൂഹമാധ്യമങ്ങളിലെ ട്രോളുകൾക്കും രാജീവ് ചന്ദ്രശേഖർ മറുപടിയുമായി എത്തി. മന്ത്രി PA മുഹമ്മദ് റിയാസിനും മറുപടി. ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരാൻ ഒറ്റ പാർട്ടിയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ആ മാറ്റം കൊണ്ടുവരണമെങ്കിൽ BJP NDA അധികാരത്തിൽ വരണം. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്നും ഞാൻ അന്ന് പറഞ്ഞു, ഇന്നും പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാത്തൊരു സങ്കടം. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നേരിടണമെന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. അപക്വമായ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നവരല്ല ഞങ്ങൾ. അതിൻ്റെ ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. രാഷ്ട്രീയം പറയുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുക. രാഷ്ട്രീയം പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ട്, ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുപോലെ അറിയാത്തവരല്ലല്ലോ നമ്മളാരും. അങ്ങനെ പറയാൻ തയ്യാറല്ല. അങ്ങനെ അല്ല ഞങ്ങൾ രാഷ്ട്രീയത്തെ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യം വിളിച്ച് അല്പത്തനം പ്രദർശിപ്പിച്ചെന്നാണ് ദേശാഭിമാനി മുഖപ്രസംഗത്തിലെ വിമർശനം. പിണറായി ഭാവനാശാലിയായ രാഷ്ട്രതന്ത്രജ്ഞനാണെന്നും ചടങ്ങിൽ പങ്കെടുക്കാത്ത പ്രതിപക്ഷ നേതാവിൻ്റെത് സങ്കുചിത രാഷ്ട്രീയമെന്നും ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ പറയുന്നു. ഉദ്ഘാടന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിൽ ഡോക്ടർ ശശി തരൂർ MP വിമർശനം ഉന്നയിച്ചു. ഇതെല്ലാം ചെയ്ത ശരിക്ക് ഒരു മാർഗം കാണിച്ച ശ്രീ ഉമ്മൻചാണ്ടിയെ ഓർക്കാതിരിക്കുന്നത് അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനിടെ കേന്ദ്ര തുറമുഖ വകുപ്പ് പുറത്തിറക്കിയ പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രവും ഉൾപ്പെടുത്തി. നേരത്തെ കേന്ദ്ര സർക്കാർ നൽകിയ പത്രപരസ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ചിത്രമുണ്ടായിരുന്നില്ല. 24 തിരുവനന്തപുരം. ഇപ്പോൾ ഒരു വാർത്ത അജീഷ് ജയകുമാർ അറിയിക്കുന്നത് ഭോപ്പാലിലെ റെയിൽവേ സ്റ്റേഷനിലെ ലോഡ്ജ് മുറിയിൽ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ സൈനികൻ മരിച്ച നിലയിൽ. നിദർശ് 36 വയസ്സ്, സുദർശന ഭവൻ, ഉഴപ്പാക്കോണം, നെടുമങ്ങാട് സ്വദേശിയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ലീവ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോയത്. ഈ ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല, വിവാഹിതനാണ് എന്ന് അജീഷ് ജയകുമാർ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് റാപ്പർ വേടന് എതിരായ പുലിപ്പല്ലി കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് മേധാവിയുടെ റിപ്പോർട്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് ചട്ടപ്രകാരമുള്ള നടപടികൾ എന്നാണ് വനമന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ മാധ്യമങ്ങളുമായി വിവരം പങ്കുവച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റും പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കുമൊടുവിലാണ് മന്ത്രി AK ശശീന്ദ്രൻ വനം വകുപ്പ് മേധാവിക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് ചട്ടപ്രകാരമുള്ള നടപടികളെന്നാണ് വനം മന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. പോലീസ് കൈമാറിയ കേസായതിനാലാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാധ്യമങ്ങളുമായി വിവരം പങ്കുവച്ചത് മാത്രമാണ് ഉദ്യോഗസ്ഥ വീഴ്ചയായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പെരുമാറ്റച്ചട്ടങ്ങൾ ഉദ്യോഗസ്ഥർ ലംഘിച്ചെന്നും മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരം ഉൾപ്പെടെ നൽകിയത് വകുപ്പിന്റെ മോശം പ്രതിച്ഛായ കാരണമായെന്നും വനം മേധാവി രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വനം മന്ത്രിയായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. സർവീസ് ചട്ടലംഘനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം. 24 പത്തനംതിട്ട. പത്തനംതിട്ടയിൽ ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റി ചെങ്കുത്തായ മലയിൽപ്പെട്ട ആൾക്ക് വഴികാട്ടിയായ അഗ്നിരക്ഷാ സേന. കൊടുമൺ സ്വദേശി ഷെബിയാണ് വഴിതെറ്റി മലമുകളിൽ അകപ്പെട്ടത്. AV ജയശങ്കറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. ഈ പത്തനംതിട്ട കൊടുമൺ സ്വദേശി ഷെബി ഇത്തരത്തിൽ ഗൂഗിൾ മാപ്പ് നോക്കി ഈ മലയോര മേഖലയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് മാപ്പിലൂടെ കണ്ട വഴിയിലൂടെ അദ്ദേഹം പോവുകയും ചെങ്കുത്തായ മലനിരകളിൽ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് വഴി അറിയാതെ നട്ടം തിരിഞ്ഞതോടുകൂടി ഫയർഫോഴ്സിനെ ബന്ധപ്പെടുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഈ കാറ് ലൊക്കേറ്റ് ചെയ്യുകയും ഈ കാർ ഉൾപ്പെടെ
ഇദ്ദേഹത്തെയും കാർ ഉൾപ്പെടെയും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തത്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിലെ മറ്റപ്പള്ളി മലകളുടെ ഭാഗത്താണ് ഇദ്ദേഹം വഴിതെറ്റി പെട്ടത്. പിന്നീട് അടൂർ ഫയർഫോഴ്സ് പൂർണ്ണമായി ഇദ്ദേഹത്തെ സുരക്ഷിതമായി പുറത്തു കൊണ്ടുവരികയും കാർ ഉൾപ്പെടെ കൊണ്ടുവരികയും ചെയ്തു. എന്തായാലും ഈ ഗൂഗിൾ മാപ്പ് നോക്കി നിരവധി ആളുകൾക്ക് പണി കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മറ്റൊരു വ്യക്തി കൂടിയായി മാറുകയാണ് ഷെബി. എന്തായാലും ഫയർഫോഴ്സ് കൃത്യസമയത്ത് ഇടപെട്ട് ഇദ്ദേഹത്തെ സുരക്ഷിതമായി ഈ തെറ്റിയ വഴിയിൽ നിന്ന് യഥാർത്ഥ വഴിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഉന്മേഷ്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ഇനി തൃശൂർ പൂരം വാർത്തകളിലേക്ക്. വിവാദങ്ങൾ ഒഴിവാക്കാൻ പൂരം നടത്തിപ്പിൽ ജാഗ്രത പുലർത്തി സർക്കാർ. ഇത്തവണ ഡ്യൂട്ടിക്ക് നിയോഗിക്കുക പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ. സ്വരാജ് റൗണ്ടിൽ നിന്ന് ഇത്തവണ പൂരം വെടിക്കെട്ട് കാണാൻ കഴിയും. മുൻകൂർ അനുമതിയില്ലാത്ത ആംബുലൻസുകൾ പൂരനഗരിയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നേരെയുള്ള മന്ത്രി കെ രാജന്റെ ഒളിയമ്പ്. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ രാമനിലയത്തിൽ നടന്ന അവലോകന യോഗത്തിൽ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ ചർച്ചയായി. പരാതിരഹിത വിവാദരഹിത പൂരം ഉറപ്പാക്കാൻ വലിയ മുന്നൊരുക്കങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നൊരുക്കിയതായി മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. പൂരനഗരിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മതത്തിന്റെയോ ചിഹ്നങ്ങൾ പാടില്ലെന്നും മന്ത്രി. ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ വിവലകളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിക്കോട്ടെ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിന്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൂടാ. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് അതിന് ഗവൺമെന്റ് കൃത്യമായി ഇടപെടുന്നതാണ് എന്ന കാര്യം പറഞ്ഞു. രാത്രി പൂരത്തിന് ഇത്തവണ ആളുകളെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയില്ലെന്നും സ്വരാജ് റൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാനാകുമെന്നും മന്ത്രി കെ രാജൻ. മുൻകൂർ അനുമതിയില്ലാത്ത ആരുടെയും ആംബുലൻസുകൾ പൂരപ്പറമ്പിലേക്ക് കടത്തിവിടില്ലെന്ന് മന്ത്രിയുടെ ഒളിയമ്പ്. നമ്മുടെ രാത്രി പൂരവുമായി ബന്ധപ്പെട്ട് 11 മണിക്ക് ശേഷം പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്നത് ഇത്തവണത്തെ പൂരത്തിന്റെ പ്രത്യേകതയായിട്ട് പൊതുവിൽ ആലോചിച്ചു. 2 ജില്ലയിൽ തന്നെ DMOയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പതിച്ച ആംബുലൻസ് ഉള്ള വാഹനങ്ങൾ മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടേണ്ടതുള്ളൂ എന്ന് കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളെയാണ് സാമ്പിൾ വെടിക്കെട്ട്. ലോക മലയാളികൾ കാത്തിരിക്കുന്ന തൃശൂർ പൂരം ചൊവ്വാഴ്ച. 24 തൃശൂർ. കൊല്ലം കുന്നിക്കോട് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച 7 വയസ്സുകാരിയുടെ നില ഗുരുതരം. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് കുട്ടി. വാക്സിൻ എടുത്താലും ഞരമ്പുകളിൽ കടിയേറ്റാൽ അപകട സാധ്യത കൂടുതലാണെന്ന് SIT ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് കൊല്ലത്ത് വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ കുട്ടിക്ക് തെരുവുനായുടെ കടിയേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. വാക്സിനും ആരംഭിച്ചു. വാക്സിൻ അവസാന ഡോസ് എടുക്കുന്നതിന് മുൻപ് പനി ആരംഭിച്ചു. തുടർന്ന് SIT ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ മുറിവ് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളെ സ്ഥിരം കാണിക്കുന്ന പുനലൂർ ഇപ്പോൾ വിജയ ജൂബിലി രാജൻ ജോർജ് സാറിനെ കൊണ്ട് കാണിച്ചു. സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ്, അപ്പോൾ റിസ്ക് എടുക്കട്ടെ, SITയിലേക്ക് ഇന്ന് തന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ 1-ാം തീയതി ഉച്ചയോടെ ഞങ്ങൾ ഇവിടെ എത്തി. SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. പേവിഷബാധ തടയാനുള്ള വാക്സിൻ എടുത്തിട്ടും വിഷബാധ ഏറ്റത് വാക്സിൻ ഫലപ്രദമല്ലാത്തത് കൊണ്ടല്ലെന്നും ആശുപത്രി അധികൃതർ. കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല്ലുകൾ ഡയറക്റ്റ് ഞരമ്പിൽ പറ്റുകയാണെങ്കിൽ വൈറസ് ഡയറക്റ്റ് ഞരമ്പിൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സഞ്ചരിച്ചു തുടങ്ങും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വാക്സിൻ എത്രത്തോളം അതിനകത്ത് പ്രൊട്ടക്റ്റീവ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവർ പ്രതിരോധ വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കുട്ടിയെ കടിച്ച തെരുവുനായ ചത്തു. 24 തിരുവനന്തപുരം. വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധയേറ്റുള്ള മരണം പത്തനംതിട്ടയിലും. കഴിഞ്ഞ മാസം 9-ന് 13-കാരി മരിച്ചത് പേവിഷബാധയെ തുടർന്നാണെന്ന് സ്ഥിരീകരിച്ചു. പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി ഭാഗ്യലക്ഷ്മിയാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന് വീഴ്ച പറ്റിയെന്ന് പെൺകുട്ടിയുടെ പിതാവ് 24നോട് പറഞ്ഞു. നാരങ്ങാനത്തെ അമ്മ വീട്ടിൽ വെച്ച് ഡിസംബർ 13-നാണ് ഭാഗ്യലക്ഷ്മിക്ക് നായയുടെ കടിയേറ്റത്. തുടർന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതിരോധ വാക്സിനും എടുത്തു. എന്നാൽ ഏപ്രിൽ മാസം ആദ്യം അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച പെൺകുട്ടി ഏപ്രിൽ 9-ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു.
സംഭവത്തിൽ ആരോഗ്യവകുപ്പിനും പഞ്ചായത്ത് അധികൃതർക്കും വീഴ്ച പറ്റിയെന്നും കുട്ടിയെ കടിച്ച 3-ാം നാൾ പട്ടി ചത്തിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും പിതാവ്. കുഴിഞ്ചേരി കൊണ്ടുവന്ന് മുറിവിനും ഇഞ്ചക്ഷൻ എടുത്തതാണ്, അല്ലാതെ 4 ഇഞ്ചക്ഷൻ വേറെ ഉള്ളത് എല്ലാം പൂർത്തിയാക്കി. ഇപ്പം 4ാമത്തെ മാസം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിന് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നതും. 9-ാം തീയതി രാവിലെ 9:22 ആയപ്പോൾ കുഞ്ഞ് മരിച്ചു. ഏപ്രിൽ 9-ന് കുഞ്ഞ് മരിച്ചു. മരണശേഷം പബ്ലിക് ഹെൽത്ത് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. അതേസമയം പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സകൾ കുട്ടിക്ക് നൽകിയെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. കുട്ടിക്ക് ആഴത്തിലുള്ള മുറിവുണ്ടായെന്നും നാഡീവ്യൂഹത്തിലൂടെ വൈറസ് വേഗത്തിൽ തലച്ചോറിലെത്തിയെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി. 24 പത്തനംതിട്ട. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അപകടത്തിൽപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗി ബില്ലടയ്ക്കാനാകാതെ ബുദ്ധിമുട്ടിലായി. ഇന്നലെ രാത്രി രോഗിക്ക് വന്നത് ഭീമമായ തുകയാണ്. MK രാഘവൻ MP ഇടപെട്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകിയെങ്കിലും ബില്ലടയ്ക്കാതെ ഡിസ്ചാർജ് നൽകില്ല എന്നായിരുന്നു സ്വകാര്യ ആശുപത്രി അധികൃതരുടെ നിലപാട്. പേരാമ്പ്ര മുയിപ്പൂത്ത് വിശ്വനാഥനാണ് ചികിത്സയിലുള്ളത്. ഇന്നലെയാണ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അത്രയും സ്മോക്കും കാര്യമൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ പുറത്തിറക്കിയ സമയത്താണ് അവർ എമർജൻസി ആയിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇങ്ങോട്ട് നമ്മൾ അറിയില്ലായിരുന്നു ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തെന്നുള്ളത്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒന്നും വരില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇന്നിപ്പം ഇത്രയും വലിയൊരു എമൗണ്ടാണ് 40,000. ഇപ്പോൾ ഡിസ്ചാർജിൻ്റെ സമയത്താണ് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് വന്നത്. നിങ്ങൾ തിരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ പോകാൻ ആഗ്രഹിച്ചിട്ടാണ് സംസാരിച്ചിട്ട് അവിടെ ബെഡ് അവൈലബിലിറ്റി ആയിട്ടുണ്ട്. ഓക്സിജൻ ബെഡ് മതി. സോ അവിടെ അവർ എടുക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇവരിവിടെ ഈ ബില്ലിൻ്റെ കാര്യം അവർക്ക് കോളൊന്നും ഹയർ അതോറിറ്റീസിൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല. അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാത്തൊരു സ്ഥിതിക്ക് അവർക്ക് ഇങ്ങനെ വിടാനും ഉള്ള ഇതുണ്ടെന്ന് പറഞ്ഞു. ഷഹദ് റഹ്മാൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഷഹദ്, ഇക്കാര്യത്തിലാണോ ഇപ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇടപെട്ടു എന്ന് ഷഹദ് അറിയിക്കുന്നത്? തീർച്ചയായും ഉന്മേഷ, കാരണം ഇന്നലെ ഈ അപകടം നടന്ന ഘട്ടത്തിൽ വിവിധ ആശുപത്രികളിലേക്ക്, അതായത് കോഴിക്കോട് ബീച്ച് ആശുപത്രി, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ, അതുപോലെ നഗരത്തിലെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്കൊക്കെ ആയിട്ടാണ് രോഗികൾ മാറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വിശ്വനാഥന്റെ മകൻ തന്നെ പറയുന്നതനുസരിച്ച് വിശ്വനാഥനെ എങ്ങോട്ടാണ് മാറ്റിയത് എന്ന് അവർക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭ്യമാകുന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് എത്ര വരുമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ തുക ഞങ്ങൾ വഹിക്കേണ്ടി വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഘട്ടത്തിൽ അതിന് പരിഹാരം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ബില്ല് വന്നപ്പോൾ ഈ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ ആരെയും തന്നെ ഇവരാരും കണ്ടിട്ടില്ല. പിന്നീട് ഈ വിഷയം ബന്ധപ്പെട്ട ആളുകൾ MK രാഘവൻ MPയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. രാഘവൻ MP ഇത് സൂപ്രണ്ടുമായി സംസാരിക്കുന്നു. സൂപ്രണ്ട് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക്, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്നു. നമ്മൾ അല്പസമയം മുൻപ് സൂപ്രണ്ടുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സൂപ്രണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വെന്റിലേറ്ററും അതുപോലെ തന്നെ ബെഡ് സൗകര്യങ്ങളൊക്കെ തന്നെ അവിടെ ഒരുക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബില്ല് നൽകാതെ പറഞ്ഞു വിടില്ല എന്ന ആശുപത്രി അധികൃതർ നിലപാടെടുക്കുന്നു. ഏകദേശം 40,000-ലധികം രൂപ ബില്ലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷയം സൂപ്രണ്ട് ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ അല്പസമയം മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് ആശുപത്രി മാനേജ്മെന്റുമായി സംസാരിക്കുന്നു. ആശുപത്രി മാനേജ്മെന്റ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു രോഗി മാത്രമല്ല, വേറെയും രോഗികൾ നിലവിലെ സാഹചര്യത്തിൽ ആശുപത്രിയിലുണ്ട്. നേരത്തെ ഒരു രോഗി ഉണ്ടായിരുന്നു. ആ രോഗി പകുതി ബില്ലടച്ച് ഇവിടെ നിന്നും ഡിസ്ചാർജ് വാങ്ങി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇവരുടെ സാഹചര്യം നേരെ തിരിച്ചാണ്. ഇവരെ കയ്യിൽ ഒന്നും തന്നെ നൽകാനുള്ള പണം ഇല്ല എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഉറപ്പിനെ തുടർന്ന് അല്പസമയം മുൻപ് ഇവരെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കും. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഇനിയും 2-ലധികം രോഗികൾ ഈ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഷഹദ് റഹ്മാൻ, കോഴിക്കോട്. ഇനി വാൽകഷ്ണം. തുറമുഖ കമ്മീഷനിങ് കഴിഞ്ഞെങ്കിലും വിഴിഞ്ഞത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നില്ല. ചടങ്ങിൽ പങ്കെടുത്ത BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ ട്രോളുന്നതിനെതിരെ K. സുരേന്ദ്രൻ രംഗത്തെത്തി. ആര് BJP പ്രസിഡന്റായാലും കളിയാക്കി ഒതുക്കിക്കളയാമെന്ന് ആരും കരുതേണ്ട എന്നാണ് K. സുരേന്ദ്രൻ പറയുന്നത്. ട്രോളിനെ ചെറുക്കാനുള്ള K. സുരേന്ദ്രന്റെ വഴികൾ എന്തെല്ലാം? M. അഫ്സൽ തയ്യാറാക്കിയ വാൽകഷ്ണം. അങ്ങനെ വിഴിഞ്ഞത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞ് പന്തലൊക്കെ കഴിച്ചു. അപ്പോൾ 1-2 പുതിയ പരാതി. നിങ്ങൾക്ക് ഒരു ട്രോളും ഇല്ലല്ലോ. ട്രോളിയിലേന്നോ? അപ്പൊ നിങ്ങളിതൊന്നും കണ്ടില്ലേ? ട്രോള് തട്ടി തടഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കേട്ടില്ലേ? ഒരു പരിപാടിയിൽ പങ്കെടുത്താല് ഇങ്ങനൊരവസ്ഥ ഉണ്ടാവലുണ്ടോ? ഞങ്ങൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അല്ല, അതെന്താണ് നമ്മുടെ പ്രസിഡന്റുമാർക്ക് ഇങ്ങനെ ട്രോള് കിട്ടണത്? എന്താണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് ചോദിച്ചാൽ, അങ്ങനെ ട്രോളിനതിന്റെ ലക്ഷ്യം കണ്ടുപിടിച്ചു. നമുക്കൊന്ന് അങ്കമാലിയിൽ പോകണം. ചെറിയ പ്രശ്നമുണ്ട്. അതിനൊരു സിമ്പിൾ ഒരു ഉത്തരമാണ്. സിമ്പിൾ ആയിട്ടാണെങ്കിൽ സുരേന്ദ്രേട്ടൻ പറയട്ടെ. ഇവിടെ ഏത് BJP പ്രസിഡന്റ് വന്നാലും പരിഹസിച്ചും കളിയാക്കുകയും
അവരെ വായടപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ച് കാലമായിട്ട് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം. ഇത് നമുക്ക് കാലാകാലമായിട്ട് കിട്ടിപ്പോരുന്നതാണ്. നിങ്ങൾ പുതിയ ആളായതുകൊണ്ടാണ്. എന്നെ എത്ര വേണമെച്ചാൽ ട്രോൾ ചെയ്തോളൂ. ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഇത് വലിയ പ്രശ്നമാക്കണ്ടെന്ന്, കളിയാക്കല് നമ്മൾ ആദ്യമായിട്ടുള്ള അനുഭവം അല്ലാന്ന്. ഇത് നമ്മുടെ നാട്ടിലെ എല്ലാ പൊതു പരിപാടികളിലും ഉള്ളതാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു പരിപാടിയായിട്ട് ഇതിങ്ങനെ ആചരിച്ചു വരുന്നതാണ്. സുരേന്ദ്രേട്ടനൊക്കെ അത് അംഗീകരിച്ചു. നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വല്ല പ്രയാസമുണ്ടോ? ഈ ട്രെയിൻ BJP NDA ട്രെയിൻ വിട്ടു. ഇനി പോകുന്നത് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ എത്തുന്നവരെ ഈ ട്രെയിൻ നിൽക്കില്ല. അപ്പൊ ഈ ട്രെയിൻ നിൽക്കുന്നത് വരെ ട്രോള് നിൽക്കൂലേ? എന്താ നമ്മൾ ചെയ്യുക? കമ്മിറ്റി കൂടി വല്ല തീരുമാനം എടുക്കാൻ പറ്റുമോ? വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട. ഏതായാലും സംഗതി ആകെ പ്രശ്നം തന്നെയാണ്. സംഗതി പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാട് നേരിട്ട് സുരേന്ദ്രേട്ടൻ 4 വർത്താനം പറയാന്ന് തീരുമാനിച്ചു. ചെല്ലട്ടെ, നിക്ക്. നീ പോയിട്ടെന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. പ്ലാനൊന്നുമില്ല, ഞങ്ങളെ മാത്രം ഇങ്ങനെ ട്രോളിനത് എന്താന്ന് ചോദിക്കാൻ വേണ്ടി സുരേന്ദ്രേട്ടൻ ചാടി ഇറങ്ങി. നിങ്ങൾ എന്തുകൊണ്ടാണ് BJP മാത്രം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത്? ട്രോളിന്റെ കാര്യത്തിൽ തുല്യത വേണമെന്ന്, എല്ലാവർക്കും ഒരേപോലെ വീതിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അധ്യക്ഷനെ കുറച്ച് കളിയാക്കിയാൽ പ്രവർത്തകരുടെ ആത്മവീര്യം തകരും, ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ തകരുകയാണെങ്കിൽ സുരേന്ദ്രേട്ടനൊക്കെ എന്ന് തകരണം? ആ പരിപാടി ഇവിടെ നടക്കില്ല. അല്ല, ഇതൊക്കെ പറഞ്ഞിട്ടും വലിയ ട്രോള് നിർത്തിയില്ലെങ്കിൽ നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. നിങ്ങൾ സീരിയസ് ആവണ്ടേ? കുട്ടികൾ തമാശക്ക് ചെയ്തതല്ലേ. ഇവിടെ K. സുധാകരൻ എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ പറയുന്നു. നിങ്ങൾ ആരെങ്കിലും അവരെ ട്രോളാറുണ്ടോ? അപ്പൊ ട്രോളുന്നുണ്ടെങ്കിൽ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരെയും ഒരേപോലെ ട്രോളണമെന്ന് പറഞ്ഞ സുരേന്ദ്രേട്ടന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഏതൊക്കെ നേതാക്കളാണ് അവസരം ഉണ്ടാക്കി തരികയെന്ന് കാത്തിരുന്ന് കാണാം. പ്രൈം ടൈം പൂർത്തിയാവുകയാണ്.